ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 3 ആയ പാരലൈൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ ഈക്വൽ ഡിവിഷനും അതേപോലെ അൺഈക്വൽ ഡിവിഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ ആണ്. അപ്പൊ താഴെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ട്രയാങ്കിൾ ഡിവിഷൻ. ഞാൻ എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ ഇവിടെ വരച്ചു. ഈ എ സിയുടെ മിഡ് പോയിന്റിലും ബി സിയുടെ മിഡ് പോയിന്റും കൂടി ഞാൻ മാർക്ക് ചെയ്തു, ഡിയും ഇയും മാർക്ക് ചെയ്തു. ഇ ഡി അല്ലെങ്കിൽ ഡി എന്ന ലൈൻ ഇങ്ങനെ വരച്ചു. ഇതിന് പാരലൽ ആയിട്ടാണ് എ ബി ഒക്കെ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വന്നു, 3 or more പാരലൽ ലൈൻസ് കയറി വന്നു. എങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇല്ല, ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോവും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോവും തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡി ഈസ് ടു ഡി സി ഈക്വൽ ടു അല്ലെ, എ ഡിക്ക് നേരെ വരുന്നത് ആരാ, ബി ഇ ഈസ് ടു ആരാണ്, സി ഇ ആണെന്ന് പറയാൻ പറ്റി. അപ്പൊ ഇതിന്റെ അതേ റേഷ്യോ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എ ഡി ഈസ് ടു ഡി സി ഈക്വൽ ടു ബി ഈസ് ടു സി ഇ ആണെന്ന് പറയാൻ പറ്റി. ഇത് റിസൾട്ട് ആക്കി ഒന്ന് എഴുതി വെക്കുക. എന്താണ് റിസൾട്ട്, ട്രയാങ്കിൾ എന്ന് വരച്ച് in any triangle a line drawn parallel to make side cut into the other two side in the same ratio എന്ന് പറയാം. അപ്പൊ എ ഡി ഈസ് ടു ഡി സി ഈക്വൽ ടു ബി ഈസ് ടു സി ഇ ആണെന്ന് പറയാൻ പറ്റി. ഇനി അടുത്ത റിസൾട്ടും കൂടി ഉണ്ട്. A line which divided into two sides are equal same ratio it's parallel to the third side. അപ്പൊ ഇത് parallel to third side ആണ്. അപ്പൊ ഒരു കാര്യം കൂടി നമുക്ക് അറിയാം, എന്താണ്, ഡിയും ഇയും മിഡ് പോയിന്റ്സുകളാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, എ ഡി ഈക്വൽ ടു ഡി സി ആണ്, അതേപോലെ സിഇ ഈക്വൽ ടു ബി ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഇയുടെ ലെങ്തിനെ പറ്റി നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എ ബിയുടെ ഹാഫ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ റിസൾട്ട് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഡിഇയുടെ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എ ബി എന്നും പറയാം. ക്ലിയർ ആയല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ എം എൻ ഈസ് എ പാരലൽ ടു ക്യു ആർ. എം എൻ പാരലൽ ടു ക്യു ആർ ആണ്. പി എം ഈക്വൽ ടു 6 സെന്റിമീറ്റർ, പി ക്യു ഈക്വൽ ടു 10 സെന്റിമീറ്റർ. What is the length of MQ? What is the MPN is to NR ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ MQ യുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അറിയുന്ന ഇതുണ്ട്, എന്തൊക്കെ തന്നേക്കണേ, പി എം ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണെന്നും പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പോ നമുക്ക് തന്ന കാര്യം നമുക്കറിയാം, പി ക്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ എഴുതാം, പി ക്യുവിനെ പി ക്യു ഈക്വൽ ടു എം ക്യു പ്ലസ് പി എം ആക്കാം. പി ക്യു എന്ന് പറഞ്ഞാൽ 10, എം ക്യു നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പി എം എന്ന് പറഞ്ഞാൽ 6, അപ്പൊ എം ക്യു ഈക്വൽ ടു 10 - 6 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആയി മാറി. ആ പരിപാടി കഴിഞ്ഞിട്ട് അല്ലെ, ഫുൾ ലെങ്ത് പി ക്യു ഈക്വൽ ടു എം ക്യു പ്ലസ് പി എം ആക്കി എഴുതി. അപ്പൊ അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോ എത്ര കിട്ടി നമുക്ക് അല്ലെ, എം ക്യു എന്ന് പറഞ്ഞാൽ 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പി എൻ ഈസ് ടു എൻ ആർ. അഥവാ ഇതിന്റെ റേഷ്യോ എത്രയാണ് നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ റേഷ്യോ അതന്നെയായിരിക്കും ഈ സൈഡിന്റെ റേഷ്യോ എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിസൾട്ട് പി എം ഈസ് ടു എം ക്യു ഈക്വൽ ടു ഇല്ലെ പി എൻ ഈസ് ടു എൻ ആർ ആണ്. നമുക്കറിയാം പി എൻ ഈസ് ടു എൻ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോ നമുക്കറിയാം എത്രയാണ് നമുക്ക് അല്ലെ, പി എൻ അഥവാ പി എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമായിട്ട് ഈക്വൽ ആണ്, പി എം ഈസ് ടു എം ക്യൂമായിട്ടാണ് അല്ലെ, പി എം ഈസ് ടു എം ക്യു. പി എം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അറിയാം, 6 ആണ്. എം ക്യു നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയത് 4 ആണ്. നമുക്കറിയാം 6നെ എങ്ങനെ മാറ്റി എഴുതാം, 2 × 3. 4നെ എങ്ങനെ മാറ്റി എഴുതാം, 2 × 2. അപ്പൊ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി, ബാക്കി ആരേ ഉള്ളൂ, 3 ഉള്ളൂ. അപ്പൊ 3:2 എന്ന റേഷ്യോയിലാണ് അവരെന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ റേഷ്യോ ഏത്, പി എൻ ഈസ് ടു എൻ ആർ. ഒന്നുമില്ല, ഇതിന്റെ റേഷ്യോ കണ്ടെത്തുക, ആ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെ വരുന്ന റേഷ്യോ. അതാണ് നമ്മൾ ആദ്യം ഇല്ല തുടങ്ങി ട്രയാങ്കിൾ ഡിവിഷൻ തുടങ്ങിയപ്പോ നമ്മൾ പഠിച്ചത്. പി എം ഈസ് ടു എം ക്യു എന്ന് പറഞ്ഞാൽ പി എൻ ഈസ് ടു എൻ ആർ ആണെന്ന് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ പി ക്യു ഈസ് എ പാരലൽ ടു ബി സി. പി എ ഈസ് ടു പി ബി ഈക്വൽ ടു 2:3. AB equal to 5 centimeter, AQ equal to 4 centimeter. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് AQ equal to QC. B question, what is the length of QC?
സി ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ക്യു ഈസ് ടു എ സി. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അല്ലെ, എ ക്യു ഈസ് ടു ക്യു സി ആണ്. അപ്പൊ നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ട് പി എ ഈസ് ടു അല്ലെ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എത്രയാണ്? 2:3 ആണ്. നമുക്കറിയാം ഈ സൈഡിലത്തെ റേഷ്യോ തന്നെയാണ് ഈ സൈഡിലത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറഞ്ഞാലും പി എ ഈസ് ടു പി ബി പറഞ്ഞാലും ഒരേ റേഷ്യോ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2:3 ആണ് അതിന്റെ റേഷ്യോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉണ്ടാവുന്ന റേഷ്യോ തന്നെയാണ് ഇവിടെ വരുന്ന റേഷ്യോയും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ക്യു സി? അപ്പൊ എന്താണ് ക്യു സിയുടെ ലെങ്ത് എന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് തന്ന മെഷർ എന്താണ്? അല്ലെ, പി എ ഈസ് ടു പി ബി എന്ന് പറഞ്ഞാൽ 2:3 ആണ്. ഇനി നമുക്കറിയാം ഇല്ല, എ ക്യു എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. പിന്നെ ക്യു സി ആണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എ പി ഈസ് ടു പി ബി എന്ന് പറഞ്ഞാൽ 2:3 ആണ്. ഇവിടെ റേഷ്യോ ഞാൻ എഴുതിയത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 2 ഇവിടെ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് എത്തിയപ്പോ എത്രയായി? 4 ആയി. അപ്പൊ ആരോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 2 4 ആയത്? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ? അതേ 2 ഇവിടെ താഴോട്ട് എടുത്ത് എഴുതുക. അപ്പൊ എന്ത് ചെയ്യാ? 3 into 2 എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ഇവിടെ കിട്ടുക? 6 ആയിരിക്കും ക്യു സിയുടെ ലെങ്ത് കിട്ടുക. ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. ഒന്നുകൂടിയും പറയാം. ആദ്യം ഇത് റേഷ്യോ എഴുതി 2 3 എന്ന് എഴുതി. ഇവിടെ ക്യു സി 4 അല്ലെ, എ ക്യു എന്ന് പറഞ്ഞാൽ 4 വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 എങ്ങനെ 4 ആയി നോക്കുക? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പൊ ഇൻറ്റു 2, ഈ 2 അതേപോലെ താഴോട്ട് എഴുതി. അപ്പൊ ഇവിടെ 3 into 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 6 കിട്ടണം. അപ്പൊ എന്താണ്? അല്ലെ, എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? അല്ലെ, പി എ ഈസ് ടു പി ബിയും കൂടിയാണ്. അപ്പൊ ഇവിടെ എ ക്യു എന്ന് പറഞ്ഞാൽ 4 ആണ് എന്ന് പറഞ്ഞാൽ ഈ ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ 2 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണെന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? ഈ ടെക്നിക്ക് പഠിച്ചാൽ മതി. ഇനി എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന നമ്മൾ വേറെ മെത്തേഡ് ഇങ്ങനെ ചെയ്യാത്ത മെത്തേഡിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എ ക്യു ഈസ് ടു എ സി ആണ്. ഇവിടെ എ ക്യു ഈസ് ടു എ സി ആണ്, മൊത്തം ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ. എ സി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എ സി എന്ന് ആരൊക്കെയാണ്? എ ക്യു പ്ലസ് ക്യു സി ആണ്. എ ക്യു എന്ന് പറഞ്ഞാൽ 4, ക്യു സി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 6 ആണ്. അപ്പൊ 4 plus 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ എ ക്യു ഈസ് ടു എ സി ഈക്വൽ ടു എത്ര കിട്ടി? എ ക്യു 4:10 അല്ലെ. അപ്പൊ 4:10 ആണ്. അപ്പൊ 4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 2. 10 എങ്ങനെ മാറ്റി എഴുതാം? 5 into 2. അപ്പൊ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയി. ബാക്കി ആരേ ഉള്ളൂ? 2:5 ആണ് എഴുതുന്നത്. അപ്പൊ 4 എങ്ങനെ 4 എങ്ങനെ മതി? 2 into 2 എഴുതി. 10 5 into 2 ആക്കി. ആ കോമൺ ആയിട്ട് 2 2 ക്യാൻസൽ ആയി. ബാക്കി എന്തായി? 2:5. ഇത് എങ്ങനെ ക്യാൻസലേഷൻ ചെയ്തത്? എ ഈസ് ടു ബി ആണെങ്കിൽ എ ബൈ ബി എന്ന ഫോം ആണ്. ആ രീതി വിചാരിച്ചാൽ മതി. കോമൺ ടേംസ് ഒക്കെ എന്ത് ചെയ്യാ? റേഷ്യോയില് ക്യാൻസൽ ചെയ്ത് പോവാം. ഈ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ പി ക്യു ഈസ് എ പാരലൽ ടു ബി സി, പി എ ഈക്വൽ ടു 2 സെന്റിമീറ്റർ, പി സി ഈക്വൽ ടു 7 സെന്റിമീറ്റർ, എ ബി ഈക്വൽ ടു 6 സെന്റിമീറ്റർ, എ സി ഈക്വൽ ടു 4.5 സെന്റിമീറ്റർ. വാട്ട് ഈസ് ലെങ്ത് ഓഫ് പി ബി? ഫൈൻഡ് എ പി ഈസ് ടു പി ബി. ഫൈൻഡ് എ ക്യു ഈസ് ടു ക്യു സി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ക്യു? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു സി? അപ്പൊ അതിൽ ആദ്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എന്താണ്? പി ബി ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. പി ബി എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് പി എ 2 തന്നിട്ടുണ്ട്. പിന്നെ ആര് തന്നിട്ടുണ്ട്? എ ബിയും തന്നിട്ടുണ്ട്. അപ്പൊ എ ബി നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെ, പി എ പ്ലസ് പി ബി ആക്കിയും എഴുതാം അല്ലെ. എ ബി എന്ന് പറയുമ്പോ എത്ര? 6, പി എ നമുക്ക് 2 പ്ലസ് പി ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പി ബി ഈക്വൽ ടു എന്തായി? 6 minus 2 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ് വന്നത്. കിട്ടിയല്ലോ? അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി ആണ്. എ ബി 6 ആണ്, പി എ 2 ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റി. ഇനി നെക്സ്റ്റ് എന്താണ്? ബി ക്വസ്റ്റ്യൻ, എ പി ഈസ് ടു പി ബി അല്ലെ. എ പി ഈസ് ടു പി ബി. എ പി എന്ന് പറഞ്ഞാൽ 2 ആണ്, പി ബി എന്ന് പറഞ്ഞാൽ 4.
അപ്പൊ 2 എങ്ങനെ എഴുതാ 1 into 2. 4 എങ്ങനെ എഴുതാ 2 into 2. അപ്പൊ 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ ബാക്കി എന്തായി 1:2 ആണ് ആര് വന്നത് റേഷ്യോ. അപ്പൊ AP/PB എന്ന് പറഞ്ഞാൽ 1:2 എന്ന രീതിയിലേക്ക് കയറി വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സി ക്വസ്റ്റ്യൻ. എന്താണ് സി ക്വസ്റ്റ്യൻ? അല്ലെ, ഫൈൻഡ് AQ/QC. നമുക്ക് അല്ലെ നമുക്കറിയാം ഈ ഇവിടെ ഉണ്ടാകുന്ന റേഷ്യോ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ AP/PB യും അതേപോലെ AQ/QC യും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ AQ/QC എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഈക്വൽ ആണ് അല്ലെ? എത്ര കിട്ടിയിരിക്കുന്നത് നമുക്ക്? AP/QP ആണ്. എത്ര? 1:2 ആയിട്ടാണ് ആൻസർ വരുന്നത്. അപ്പൊ AQ/QC എന്ന് പറഞ്ഞാലും AP/PB. ഇവിടെ AQ എടുത്താൽ അതേപോലെ ഇവിടെ AP എടുക്കണേ, മാറിയിരിക്കരുത്. അതങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയിരിക്കും, അവരെ റേഷ്യോകളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഇനി അതിലെ ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AQ? AQയുടെ ലെങ്ത്. അപ്പൊ ഒരു കാര്യം അറിയണം, AC നമുക്ക് ലെങ്ത് കൈ കിട്ടിയിരിക്കണോ നോക്കുക, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അപ്പൊ എന്താണ്, നമുക്ക് റേഷ്യോ നമുക്ക് അറിയാം. AQ/QC എന്ന് പറഞ്ഞാൽ 1:2 ആണ്. AC = 4.5. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് the length of AQ = എന്താണ് ഇവിടെ നോക്കുക, AQ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 1 ആണ് വരുന്നത്. എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കണേ. റേഷ്യോ നിന്ന് ലെങ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഒന്നുകൂടിയും പറയാം. AQ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ AQ ഇവിടെ ഉണ്ട്. ഇവിടെ ആ 1 ഇവിടെ എടുത്ത് എഴുതി. ഇനി റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യുക. 1+2 that is 1+2 into ഈ ലെങ്ത് AQ/QC ആണ്. അതിന്റെ മൊത്തം ലെങ്ത് ആരാണ്? AC ആണ്. അപ്പൊ AC. അപ്പൊ 1/3 into AC എന്ന് പറഞ്ഞാൽ 4.5 = 4.5ന് ആരോട് ഡിവിഷൻ നടത്തുക? 3. 1 115 അല്ലെ 0.2 5 that is അല്ലെ 15 = 0. അപ്പൊ എത്ര 1.5 സെന്റിമീറ്റർ ആണ് AQയുടെ ലെങ്ത്. എന്നാൽ അതേപോലെ നമുക്ക് QCയുടെ ലെങ്ത് കണ്ടെടുത്താണെങ്കിൽ നമുക്ക് റേഷ്യോ അറിയാം. എന്താണ്? AQ/QC = 1:2. ഇനി എന്താ ക്വസ്റ്റ്യൻ പറയണേ? ലെങ്ത് ഓഫ് ദി അല്ലെ QC ആണ്. But the length of QC = QC ഇവിടെ അവിടെ മെഷർമെന്റ് 2 ആണ്. അപ്പൊ 2 എടുത്ത് എഴുതി. പിന്നെ ആ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്തു. into AC = 2/3 into 4.5 അല്ലെ = അപ്പൊ 4.5 into 2 എത്രയാണ്? 0.9. അപ്പൊ എന്തായി? 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ AC എന്ന് പറഞ്ഞാൽ 4.5 ആണ് മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ QC എടുത്തത്, ഈ QC എടുത്തു, ഇവിടുത്തെ 2 ആണ് എടുക്കുന്നത്. അപ്പൊ 2/1 + 2 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഇൻ ദി ഫിഗർ ABCD and EF are parallel. ഇതൊക്കെ പാരലൈൻസ് ആണെന്ന് പറഞ്ഞു. PC = 4 സെന്റിമീറ്റർ അല്ലെ, CE = 2 സെന്റിമീറ്റർ, PD = 6 സെന്റിമീറ്റർ. ഫൈൻഡ് DF. ഈ ലെങ്ത് എത്രയാണെന്നും ആൻഡ് ഫൈൻഡ് PF. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? PC = 4 സെന്റിമീറ്റർ, CE = 2 സെന്റിമീറ്റർ, PD = 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ റേഷ്യോകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് അറിയാം. ആരൊക്കെ തമ്മിൽ? PC അല്ലെ CE = PD DF ആയിട്ട് ഈക്വൽ ആണ്. നമുക്കറിയാം A/B എന്ന് പറഞ്ഞാൽ A/B ആണ്. അപ്പൊ എന്താവും? PC/CE = PD/DF ആണെന്ന് അറിയാം. PC എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്, CE എന്ന് പറഞ്ഞാൽ 2 ആണ്, PD എന്ന് പറഞ്ഞാൽ 6 ആണ്, DF നമുക്ക് അറിയില്ല. 4/2 എന്ന് പറഞ്ഞാൽ 2 = 6/DF. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? 2 into DF = 6. DF = 6/2 എന്ന് പറയുമ്പോൾ 3 സെന്റിമീറ്റർ ആണ് വന്നത് അല്ലെ. ക്രോസ് ആയപ്പോൾ 2 into DF = 6. DF = 6/2 ആണ്. ഇനി അടുത്ത് കാണാൻ പറഞ്ഞ PF ആണ്. PD കൂടി DF കൂട്ടി ആഡ് ചെയ്താൽ പോരെ. അപ്പൊ PF = എന്താണ്? PD + DF.
പി ഡി എന്ന് പറയുമ്പോൾ 6, ഡി എഫ് എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു 3 അല്ലെ 3 പ്ലസ് 6 എന്ന് പറഞ്ഞ എത്ര അല്ലെ 9 സെന്റിമീറ്റർ ആണ് നമുക്ക് വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അപ്പൊ മതിയാക്കി ഇരുന്ന് പഠിക്കണേ. ഇനി ഇൻ ദി ഫിഗർ the vertical lines are parallel. AR is to RP is to PB equal to 1 is to 2 is to 2. A is equal to TS. QC is equal to QD. What is the ratio of the side triangle TSQ? Find the perimeter of the triangle if SQ equal to 6 centimeter. What is the length of AC? അപ്പൊ നമുക്ക് അറിയാം ഒരു റിസൾട്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. AR is ഇവിടൊക്കെ റേഷ്യോ എന്താണ്, ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാകുക നമ്മൾ എന്തുണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ASഉം SQവും QCയും തമ്മിലുള്ള റേഷ്യോവും ARഉം RPയും PPയും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, സെയിം ആണ് നാം പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞെന്താണ് അല്ലെ, ഈ ASഉം ആരുമായിട്ട് ഈക്വൽ ആണ്, TSുമായിട്ട് ഈക്വൽ ആണ്. QC ആരുമായിട്ട് ഈക്വൽ ആണ്, TSുമായിട്ടും ഈക്വൽ ആണ് അല്ലെ, അത്രയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ അല്ലെ, ഇത് ഇതുമായിട്ട് ഈക്വൽ, അപ്പൊ 1 ഇത് ഇതുമായിട്ട് ഈക്വൽ ആണ് 2 ആണ്. അപ്പൊ 1:2:2 ആണ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ, ഇവിടെ ആരുമായിട്ടാണ് അല്ലെ, TS റേഷ്യോ SQ ഈക്വൽ ടു TQ ആരുമായിട്ട് ഈക്വൽ ആണ് അല്ലെ, AR RP PB മായിട്ട് ഈക്വൽ ആണ് അല്ലെ. ഈ സൈഡ് ഇതുമായിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഈ സൈഡ് ഇതുമായിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ സൈഡ് ആരുമായിട്ട് ഓൾറെഡി ഈക്വൽ ആണ്, റേഷ്യോ ആണ് ARമായിട്ടാണ്. ഈ സൈഡ് ഇതുമായിട്ട് ഈക്വൽ ആണ്. SQ പിന്നെ ഒന്ന് തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി ഇവിടെ, 1:2:2 ആണ് ഇതിന്റെ റേഷ്യോ, ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ ആയിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്, ബി ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ഇഫ് SQ ഈക്വൽ ടു 6. അപ്പൊ SQ എന്ന് പറഞ്ഞ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം 1 ആണത്, 2 ആണത്, 2 ആണ്. ഈ 2 എങ്ങനെ 6 ആയി നോക്കുക, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ 3 into 1 എത്രയാണ് 3, 3 into 2 എത്രയാണ് 6 എന്ന് പറഞ്ഞാൽ ഈ 3 ആരുമായിട്ട്, ഈ സൈഡ് ഇതുമായിട്ട് ഈക്വൽ ആണ്, ഈ സൈഡ് ആരുമായിട്ട് ഈക്വൽ ആണ്, ഇതുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ എന്ത് ചെയ്താ, പെരിമീറ്റർ ഈക്വൽ ടു എന്ത് പറയാം നമുക്ക് അല്ലെ, 3 plus 6 plus 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 12 plus 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇനി ഒന്നുകൂടി വാരി വലിച്ച് എഴുതാണെങ്കിൽ എന്ത് പറയാം നമുക്ക് അല്ലെ, ഇവിടെ റേഷ്യോ 1 is TS ആദ്യം എടുത്ത് എഴുതി, QS TQ എന്ന് പറഞ്ഞാൽ എന്താണ് 1:2:2 ആണ് അല്ലെ. നമ്മൾ ആദ്യത്തെ റേഷ്യോ 1:2:3 ക്വസ്റ്റ്യനുമായിട്ട്. ഇനി ഈ QS എന്തായി മാറി എന്ന് പറഞ്ഞ 6 ആയി മാറി എന്ന് പറഞ്ഞു. ഈ 2 എങ്ങനെ 6 ആയി, ഇൻറ്റു 3 കൊണ്ടല്ലേ, 3 into 2 എന്ന് പറഞ്ഞാൽ 6, 3 into 1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക, സത്യത്തില് റേഷ്യോ ഈക്വൽ ടു 3:6:6 ആണ്. അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ 2:2 തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ പെരിമീറ്ററെ ചോദിച്ചിട്ടുള്ളൂ. പെരിമീറ്റർ ഈക്വൽ ടു 3 plus 6 plus 6 equal to 12 plus 3 എന്ന് പറഞ്ഞാൽ 15 ആണ് നമ്മൾ ഇതിന്റെ പെരിമീറ്റർ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AC? ACയുടെ ലെങ്ത് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, AC എന്ന് പറയുമ്പോ എന്താണ്, ഇവിടെ നമുക്ക് ഇവിടെ 3 ആണെന്നും ഇവിടെ 6 ആണെന്നും ഇവിടെ 6 ആണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു അല്ലെ. തൊട്ട് മുമ്പ് 3 6 6 എന്ന് എഴുതി, അപ്പൊ നേരെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ലെങ്ത് ഓഫ് AC ഈക്വൽ ടു AS plus SQ plus QC ആണ്. അപ്പൊ 3 plus 6 plus 6 equal to 3 plus 12 equal to എത്രയാണ് 15 സെന്റിമീറ്റർ ആണ് ലെങ്ത് ഓഫ് AC ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 50 to 51. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി പിക്ചർ ബിലോ the green line parallel to the right side of the blue triangle, calculate the length of the pieces into the cut into left side. അപ്പൊ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്തിട്ട് ഈ ലെങ്ത്തും എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഈ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഇതിന് പേര് കൊടുത്തു ABC, ഇതിന് പേര് കൊടുത്തു PQ എന്ന പേരും കൊടുത്തു. ഇനി
ഞാൻ ഇവിടെ തന്ന ആൾക്കാരൊക്കെ എടുത്ത് എഴുതി. എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കണേ? എ ബി ഈക്വൽ ടു 6 സെന്റിമീറ്റർ, പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെന്റിമീറ്റർ, ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് റേഷ്യോ അറിയാം, ബി ക്യു ഈസ് ടു ക്യു സിയും ഇത് തമ്മിൽ റേഷ്യോ സെയിം ആണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തറിയാം? ബി ക്യു ഈസ് ടു ക്യു സിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണ്. എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഈക്വൽ ആണ്? പി ക്യു ക്യു സി ഈക്വൽ ടു ആരുമായിട്ട് ഈക്വൽ ആണ്? പി ബി ഈസ് ടു പി എയുമായിട്ട് ഈക്വൽ ആണ്. അത് എത്രയായിരിക്കും? 3:5 ആണ്. അപ്പൊ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് പി ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ദ ലെങ്ത് ഓഫ് പി ബി ഈക്വൽ ടു എഴുതാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് റേഷ്യോ അറിയാം, പി ബി ഈസ് ടു പി എ ഈക്വൽ ടു 3:5 ആണ്. ഇവിടെ പി ബിയും പി ബി ഒന്നാണ്. അപ്പൊ ഇത് 3 അല്ലെ, ഇവിടെ പി ബി ആണ് ഇത്. അപ്പൊ നമ്മൾ എഴുതാൻ പഠിച്ചത് എങ്ങനെയാണ്? 3 ആദ്യം എടുത്ത് എഴുതി, ഈ തമ്മിൽ റേഷ്യോ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ 3 + 5 ഇൻറ്റു മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? എ ബി ആണ്. അപ്പൊ എ ബി എടുത്ത് എഴുതി ഈക്വൽ ടു 3/8. എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 6 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, എന്താവും? 18/8 ആയി മാറി. 18 8 കൊണ്ട് ഡിവിഷൻ നടത്തി എത്ര കിട്ടും നോക്കാം അല്ലെ? 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്. ദാറ്റ് ഈസ് റിമൈൻഡർ എത്രയാണ് അല്ലെ? 2 ആണ്. ദാറ്റ് ഈസ് 0 to 20 എത്ര 8 ഉണ്ട്? 2 ആണ്. 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്. 0 ആയി. 40 എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് 40 0. അപ്പൊ എത്ര കിട്ടി? 2.25 സെന്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് പി എയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലെങ്ത് ഓഫ് പി എ ഈക്വൽ ടു, നമുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ പി ബി ഈസ് ടു പി എ ഈക്വൽ ടു 3:5 ആണ്. പി എ എന്ന് പറഞ്ഞാൽ 3 അല്ലെ? പി എ എന്ന് പറയുമ്പോ 5 ആണ്. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 3 + 5 ഇൻറ്റു ആരുമായിട്ടാണ്? എ ബിയുമായിട്ടാണ് വന്നത്. അപ്പൊ 5/8 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ 6. 6 × 5 എന്ന് പറഞ്ഞാൽ 30/8. അപ്പൊ 30/8 എന്ന് പറയുമ്പോൾ ഡിവിഷൻ നടത്തുക. 3 × 8 എന്ന് പറഞ്ഞാൽ 24. ദാറ്റ് ഈസ് 60. 60 എത്രയാണ് അല്ലെ? 7 × 8 എന്ന് പറഞ്ഞാൽ 56 ആണ്. 0 ആയി. പിന്നെ എത്ര പോവുക? 5 × 8 എന്ന് പറഞ്ഞാൽ 40. ദാറ്റ് ഈസ് 0. എത്ര കിട്ടിയപ്പോ? 3.75 സെന്റിമീറ്റർ ആണ് അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ലെങ്ത് ഓഫ് ദി പി എന്ന് പറയുമ്പോൾ 5/3 + 5 ഈക്വൽ ടു എ ബി ആണ്. അപ്പൊ 5/8 ഈക്വൽ ടു 6. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇൻ ദി പാരലോഗ്രാം എ ബി സി ഡി, ദി ലൈൻ ത്രൂ ദി പോയിന്റ് പി ഓൺ എ ബി parallel to BC meet AC at Q. The line through the Q parallel to AB meet AD at R. Prove that AP by PB equal to AR by RD. Prove that AP by AB equal to AR by AD. ഇനി അപ്പൊ ഒന്നാമത്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യം ഞാൻ ഈ ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പൊ ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി സി നെയാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടത്. അപ്പൊ ട്രയാങ്കിൾ എ ബി സി. ഇനി എന്ത് ചെയ്തു? റേഷ്യോ എഴുതാൻ പോവാണ്. എ ക്യു ഈസ് ടു ക്യു സി ആക്കി എഴുതാണ്. എ ക്യു ഈസ് ടു ക്യു സി ഈക്വൽ ടു എ പി ഈസ് ടു പി ബി ആക്കി എഴുതാം അല്ലെ? എ പി ഈസ് ടു പി ബി. കാരണം ഇത് അല്ലെ 3 പാരലൽ ലൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ക്ലിയർ ഒന്നും പറയണ്ട, കറക്റ്റ് ആയിട്ട് നിങ്ങൾ റേഷ്യോ എഴുതിയാൽ മതി. അപ്പൊ എ ക്യു ഡിവൈഡഡ് ബൈ ക്യു സി ഈക്വൽ ടു എ പി ബൈ പി ബി ആയി മാറി. ഇനി മുകളിലത്തെ ട്രയാങ്കിൾ നിന്ന് മാറ്റി വരക്കാൻ പോവുകയാണ്. അപ്പൊ ഏതാണ്? ട്രയാങ്കിൾ എ ഡി സി. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ഡി സി ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ ആരൊക്കെ റേഷ്യോ? എ ക്യു ഈസ് ടു ക്യു സി ഈക്വൽ ടു AQ equal to QC equal to AR is to RD അല്ലെ? AR is to RD ആയി മാറി. ഇനി മാറ്റി എഴുതി AQ by QC equal to AR by RD ആണ്.
ഇനി എ ക്യൂ ബൈ ക്യൂ സി നമ്മൾ എന്താക്കി എഴുതിയിട്ടുണ്ട് ഇവിടെ തൊട്ട് മുമ്പ് എ പി ബൈ പി ബി ആക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ അല്ലെ, ഈ എ ക്യൂ ബൈ ക്യൂ സിക്ക് പകരം എന്താക്ക എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി ആക്കി എഴുതാം. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി ആക്കി നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി ആക്കിയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളിപ്പോ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം താഴത്തെ ട്രയാങ്കിളിൽ നിന്ന് ഇത് മാറ്റി വരച്ചു. അപ്പൊ അതാണ് ട്രയാങ്കിൾ എ ബി സി ആണ് എടുത്തത്. ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ. എ ക്യു ഈസ് ഇല്ല, എ ക്യു ഈസ് ടു നമ്മൾ ആദ്യം ക്യൂ സി ആയിരുന്നു, അതിന് പകരം എ ക്യു ഈസ് ടു എ സി ആക്കി സെലക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, എ ക്യു ഈസ് ടു എ സി ഈക്വൽ ടു എ പി ഈസ് ടു എന്താക്കി എടുത്താൽ മതി, എ ബി ആക്കി എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ റേഷ്യോയിലേക്ക് മാറ്റുമ്പോ എ ക്യു ബൈ എ സി ഈക്വൽ ടു എ പി ബൈ എ ബി ആണ്. ഇനി അതേപോലെ മുകളിലത്തെ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. അതിനെ മാറ്റി വരച്ചു. അപ്പൊ ട്രയാങ്കിൾ ഇവിടെ ആരാണ്, എ ഡി സി ആണ്. അപ്പൊ എന്ത് ചെയ്യാ, ട്രയാങ്കിൾ എ അല്ല എ ക്യു ഈസ് ടു എ സി ഈക്വൽ ടു എ ആർ ഈസ് ടു എ ഡി ആക്കി എന്ത് ചെയ്യാ എടുക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്യാ, എ ക്യു ബൈ എ സി ഈക്വൽ ടു എ ആർ ഡിവൈഡഡ് ബൈ എ ഡി ആയി മാറി. ഇനി എ ക്യു ബൈ അല്ലെ, എ ക്യു ബൈ എ സി എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്നു എന്തായിരുന്നു അല്ലെ, എ പി ഡിവൈഡഡ് ബൈ എ ബി ആക്കി എഴുതിയിരുന്നു. അപ്പൊ ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, എ ടി അല്ലെ. ഇതാണ് നമ്മുടെ എ പി ബൈ അല്ലെ, എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ എ ഡി ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, in the picture below two corners of a parallelogram are joined into the midpoint of two sides. Prove that these lines cut the diagonal into the picture into three equal parts. അപ്പൊ ഒരു പാരലോഗ്രാം ആണ് തന്നിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഇത് യോജിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇവിടുന്ന് പോയിട്ട് ഇതിന്റെ മിഡ് പോയിന്റിലാണ് യോജിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പാരലോഗ്രാമിനെ ഞാൻ എന്നിട്ട് മാറ്റി വരച്ചു. ഈ എന്ന് പേര് കൊടുത്തു, എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇതിന് പോയിന്റിന് എമ്മും എന്നും കൊടുത്തു. അപ്പൊ നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എം എൻ ഈക്വൽ ടു അല്ലെ, എ എം ഈക്വൽ ടു എം എൻ ഈക്വൽ ടു എൻ സി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തും എന്തായിരിക്കണം, ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താണ്. എ ബി സി ഡി ഈസ് എ എന്താണ്, പാരലോഗ്രാം ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല എന്താണ്, എസ് കോമ ക്യൂ അല്ലെ, എസും ക്യൂവും എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, ക്യൂ ഡി സിയുടെ മിഡ് പോയിന്റ് ആണ്. എസ് കോമ ക്യൂ ആർ മിഡ് പോയിന്റ് ഓഫ് എ ബി കോമ സി ഡി. നമ്മൾ പാരലോഗ്രാം ആയതുകൊണ്ട് എ ബിയും ആരുമായിട്ട് ഈക്വൽ ആണ്, ഡി സിയുമായിട്ട് ഈക്വൽ ആണ്. അതേപോലെ നമുക്കറിയാം എസ് ഒരു മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ എസും എസ് ബിയും തമ്മിൽ ഈക്വൽ ആണ്. ക്യൂ ഒരു മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഡി ക്യൂവും ക്യൂ സിയും തമ്മിൽ എന്താണ്, ഈക്വൽ ആണ്. ഇനി എന്ത് ചെയ്യാണ്, ഈ മുകളിലത്തെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ രണ്ട് പോയിന്റ്സ് നോക്കി റേഷ്യോ എഴുതാൻ പോവാണ്, എം എൻ ഈസ് ടു എൻ സി. അപ്പൊ ഇത് എടുക്കാത്തെന്ന് വെച്ചാൽ ഇത് സൈഡ്സ് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഈ ഭാഗം ഒഴിവാക്കിയത്. അപ്പൊ ഇതിന്റെ എങ്ങനെ നമുക്ക് എഴുതാം അല്ലെ, റേഷ്യോ എങ്ങനെ എഴുതാം, എം എൻ ഈസ് ടു എൻ സി ഈക്വൽ ടു ഡി ക്യൂ ഈസ് ടു ക്യൂ സി ആയിട്ട് നമുക്ക് ഇതിനെ റേഷ്യോ ആക്കി എഴുതാം. നേരെ മാറ്റി എഴുതുമ്പോ എം എൻ ഡിവൈഡഡ് ബൈ എൻ സി ഈക്വൽ ടു ഡി ക്യൂ ബൈ ക്യൂ സി. നമുക്കറിയാം ഡി സിയും ഡി ക്യൂവും ക്യൂ സിയും തമ്മിൽ ഈക്വൽ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായി അല്ലെ, ഡി ക്യൂവിന്റെ പകരം ഞാൻ എന്ത് ചെയ്തു, ക്യൂ സി എടുത്തെഴുതി ബൈ ക്യൂ സി. കാരണം എന്താ, ഡി ക്യൂ ഈക്വൽ ടു ക്യൂ സി ആണ്. അപ്പൊ ഞാൻ ബാക്കി ഇവിടെ സൈഡിൽ എഴുതാണ്. അപ്പൊ ക്യൂസിയും ക്യാൻസൽ ആയി അല്ലെ, ക്യൂ സി എന്തായി, ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്തിട്ടി, എം എൻ ഡിവൈഡഡ് ബൈ എൻ സി ഈക്വൽ ടു 1, എം എൻ ഈക്വൽ ടു 1 ഇൻറ്റു എൻ സി എന്ന് പറഞ്ഞാൽ എം എൻ ഈക്വൽ ടു എൻ സി കിട്ടി. ഇനി അടുത്ത എന്ത് ചെയ്യാണ്, ഈ താഴത്ത് ഇങ്ങോട്ട് മാറ്റി വരക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ സൈഡത്തെ റേഷ്യോ എഴുതാൻ ലെഫ്റ്റ് സൈഡ് എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ എ എം ഈസ് ടു എം എൻ എന്നാക്കി എഴുതേണ്ടി വരും. ഇത് സൈഡ് ആയിട്ട് വരുന്നതുകൊണ്ട്
അപ്പൊ എന്താവും അല്ലെ AM is to MN equal to AS is to SB ആക്കി നമ്മൾ ഇതിന്റെ റേഷ്യോയിലേക്ക് മാറ്റി എഴുതി. അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോ ഇതിനെ മാറ്റി എഴുതുന്നതാവും AM divided by MN equal to AS divided by SB ആക്കി മാറ്റി. നമുക്കറിയാം AS ഉം SB യും തമ്മിൽ ഈക്വൽ ആണ്, നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് അല്ലെ, AS equal to SB എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി നമ്മള് അല്ലെ, ഈ AM divided by MN equal to AS by AS എന്ന് എഴുതിയാൽ മതി. കാരണം എന്താ ഇല്ല, SB യും AS ഉം തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോയി. AM divided by MN equal to 1. ഞാൻ ബാക്കി ഇവിടെ സൈഡിൽ എഴുതാണ്. ഇനി എന്ത് ചെയ്യാണ്, AM by MN equal to 1. അപ്പൊ എന്താവും AM equal to 1 into MN എഴുതി. അപ്പൊ MN equal to എന്തായി, AM ആയി. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ MN എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് എഴുതിയിരിക്കുന്നത്, NC മായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ MN ആരുമായിട്ട് ഈക്വൽ ആണ്, AM മായിട്ടും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും എന്തായി, ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ പ്രൂഫ് ശരിയായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞത്? In the triangle ABC, the line parallel to AC through the point P on BC meet AB at the Q. The line parallel to AB through Q meet BC at R. Prove that BP divided by PC equal to BR divided by RP ആണ്. അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്, BP divided by PC equal to എന്താ പറഞ്ഞത്, BR divided by RP. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, AC-ക്ക് പാരലൽ ആണ് ആര് വന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ, QP ആണ്. AP-ക്ക് പാരലൽ ആണ് QR എന്ന് പറഞ്ഞു. അതൊന്ന് എഴുതുക. എന്താണ് ആദ്യം എഴുതുന്നത്, AC-ക്ക് പാരലൽ ടു QP. ഞാൻ ഇവിടെ ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരച്ചു അല്ലെ. അപ്പൊ PBCAQ എന്ന് ഇതിനെങ്ങനെ നമുക്ക് റേഷ്യോ എഴുതാം, BQ is to QA equal to BP is to PC എന്ന് പറഞ്ഞാൽ BQ divided by QA equal to BP divided by PC ആക്കി മാറ്റി എഴുതി. നമ്മൾ എങ്ങനെ എഴുതിയത് ഇവിടെ റേഷ്യോ, PQ is to QA equal to PB is to PC. ഇനി അടുത്ത നമ്മൾ ഏതാക്കാണ്, പാരലൽ ആക്കി എടുക്കാണ്, PAക്ക് പാരലൽ ആയിട്ട് QR എഴുതാൻ പോവുക. ആ ട്രയാങ്കിൾ മാറ്റി വരച്ചു. അതിനെങ്ങനെ മാറ്റി എഴുതാം അല്ലെ, BQ is to QA equal to BR is to RP. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും, BQ divided by QA equal to BR divided by RP. അപ്പൊ ഇവിടെ BQ divided by QA ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, BP by BC equal to BR divided by RP എന്ന് കിട്ടും അല്ലെ. BP divided by BC equal to BR by divided by RP വന്നു. ഇതല്ലേ നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇതാണ് BP divided by BC equal to BR divided by RP എന്ന് പറയാൻ പറ്റും. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി.